നമസ്കാരം. കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. അതായത് കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിലെ 48 ലൊക്കേഷനുകളിൽ 14 നഗരങ്ങളിൽ 48 ലൊക്കേഷനുകളിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണം നടന്നത്. അതായത് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ധാരാളം ധാതു സമ്പത്തുള്ള പ്രവിശ്യയാണ്. എന്നാൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ ഭരണസിരാ കേന്ദ്രങ്ങൾ വർഷങ്ങളായി അവഗണിക്കുന്ന സാഹചര്യമുണ്ട്. പാകിസ്ഥാൻ്റെ ഒരു പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സാംസ്കാരികമായ വ്യത്യാസം, അതെല്ലാം വളരെ പ്രകടമായ ഒരു പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ മേഖല. പക്ഷേ പാകിസ്ഥാൻ ഭരണകൂടം വർഷങ്ങളായി ബലൂജിലെ ജനങ്ങളെ അവഗണിക്കുകയാണ്. അവരിൽ നിന്നും വിഭവങ്ങൾ ചോർത്തിയെടുത്ത ശേഷം അവരെ അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ബലൂജ് പോരാളികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വാതന്ത്ര്യ സമരം നടത്തുന്നത്. അതിനെ പാകിസ്ഥാൻ സർക്കാർ പല ഘട്ടങ്ങളിലായി അടിച്ചമർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം അത് വളരെയധികം ശക്തമായി തന്നെ നിലകൊള്ളുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ അടുത്ത കാലത്ത് ബലൂജ് പോരാളികൾ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ കനത്ത ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വളരെ കനത്ത ആൾനാശമാണ് ബലൂജ് പോരാളികളിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തിന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 84 പാകിസ്ഥാൻ സൈനികർക്കാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 നഗരങ്ങളിൽ 48 ലൊക്കേഷനുകളിലാണ് ഇന്നലെ ബലൂജ് പോരാളികളുടെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യ എന്ന ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ ആ ആരോപണത്തിനെതിരെ ഇന്ത്യ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് പതിവ് രീതിയാണ്. പാകിസ്ഥാൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ, അതായത് പാകിസ്ഥാൻ അതിനകത്തെ ജനങ്ങൾക്കിടയിൽ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടത്തുന്നതിൽ പേരുകേട്ട രാജ്യമാണ്. മാത്രമല്ല പാകിസ്ഥാൻ്റെ അകത്തുള്ള വിഘടനവാദം, ആ വിഘടനവാദത്തിന് കാരണമായത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ അഴിമതിയും ഇന്ത്യ വിരുദ്ധതയുമൊക്കെയാണ്. ജനങ്ങൾ അതിനുവേണ്ടി അനുഭവിക്കുകയാണ്. അത്തരത്തിൽ അനുഭവിക്കുന്ന ജനങ്ങൾ പ്രതിഷേധമുയർത്തിയാൽ അവർക്കെതിരെ കടുത്ത മനുഷ്യാവകാശ ധ്വംസനങ്ങൾ സൃഷ്ടിക്കുന്ന ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് നേരിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ, ഇതിൻ്റെയൊക്കെ ജാള്യത മറയ്ക്കാനായി ഇന്ത്യക്ക് നേരെ ഇവർ ആരോപണം ഉന്നയിക്കുകയാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഭീകരപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ പ്രോക്സി യുദ്ധം നടത്തുന്ന രാജ്യമല്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇന്ത്യക്ക് സാധ്യമല്ല. പാകിസ്ഥാൻ ഈ ആരോപണത്തിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണം. തെളിവില്ലാതെ ഇങ്ങനെ വെടിവെക്കരുത് എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഇന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.